ഫൈൻഡ് വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ടു പോർട്ട് നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ. അപ്പൊ നമുക്ക് ഇവിടെ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ശരിക്കും? V2 ഓഫ് എസ് ഡിവൈഡഡ് ബൈ V1 ഓഫ് എസ്. ഇതാണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത് വോൾട്ടേജ് ഡിവൈഡർ റൂൾ ആണ്. കാരണം നമുക്ക് V2 ഓഫ് എസും വേണം V1 ഓഫ് എസും വേണം. ഈ V2 ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ശരിക്കും? വോൾട്ടേജ് അക്രോസ് 1/CS ആണ്. വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് നമ്മൾ ഇത് എഴുതുമ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? V2 ഓഫ് എസ് ഈസ് ഈക്വൽ ടു V1 ഓഫ് എസ് ഇൻറ്റു 1/CS ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R പ്ലസ് 1/CS. പിന്നെ നമുക്ക് ഇത് ഓൾറെഡി ഒരു ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിത് വീണ്ടും ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി എസ് ഡൊമൈനിലാണ് നമുക്ക് നെറ്റ്വർക്ക് തന്നേക്കണേ. അപ്പൊ നമ്മൾ ഈ വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതി V2 ഓഫ് എസ് ഈക്വൽ ടു V1 ഓഫ് എസ് ഇൻറ്റു 1/CS ഡിവൈഡഡ് ബൈ R പ്ലസ് 1/CS. നമുക്ക് ഇങ്ങനെ കിട്ടും. നോക്കിയേ, ഇത് സെയിം ഇക്വേഷൻ തന്നെ ഇവിടെ എഴുതിയേക്കണേ. V1 ഓഫ് എസ് ഇൻറ്റു 1/CS ഡിവൈഡഡ് ബൈ R പ്ലസ് 1/CS. ഇനി നമുക്ക് ഈ V1 ഓഫ് എസിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാലോ. ഈ V2 ഓഫ് എസിന്റെ അടുത്തേക്ക് കൊണ്ടുവരാലോ. കാരണം നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ എങ്ങനെയാ? V2 ഓഫ് എസ് ഡിവൈഡഡ് ബൈ V1 ഓഫ് എസ്. ഈ ഒരു ഫോമിലേക്കാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ V1 ഓഫ് എസിനെ നമ്മൾ V2 ഓഫ് എസിന്റെ അടുത്തേക്ക് LHSലേക്ക് കൊണ്ടുവരുന്നു. ബാക്കി 1/CS ഡിവൈഡഡ് ബൈ R പ്ലസ് 1/CS അതിലുണ്ടാവുക. ഈ R പ്ലസ് 1/CS നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. 1/CS ഡിവൈഡഡ് ബൈ RCS പ്ലസ് 1 ഡിവൈഡഡ് ബൈ CS ഇങ്ങനെ കിട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇതൊന്നും നോക്കണ്ട കേട്ടാ, കൺഫ്യൂഷനോ. അപ്പൊ ഈ CS നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് ബാക്കി എന്താ വരാ? ബാക്കി 1/RCS പ്ലസ് 1 ഇതല്ല വന്ന ബാക്കി. ഇതിൽ നിന്ന് നമ്മൾ 1/RC പുറത്തേക്ക് എടുക്കും. 1/RC പുറത്തേക്ക് എടുക്കുമ്പോൾ 1/S പ്ലസ് RC 1/RC ആണേ. ഇങ്ങനെ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ലാസ്റ്റ് കിട്ടിയേക്കണത് ഇങ്ങനെയാണല്ലോ. 1/RC ഇൻറ്റു 1/S പ്ലസ് 1/RC ഇങ്ങനെയല്ല കിട്ടിയേക്കണേ. ഈ 1/RC നമുക്ക് മോളിക്കായിട്ടും എഴുതാം. അതെങ്ങനെ? 1/RC ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/RC ഇങ്ങനെയും എഴുതാം. ഇത് നമ്മുടെ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. താങ്ക് യു.